ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയും ഒരു പ്രാവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രാവ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന 12ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പക്ഷികളെ വളർത്തുന്നവർക്ക് ഏറ്റവും ഉപയോഗപ്രദമാവുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പക്ഷികളുടെ അല്ലെങ്കിൽ പ്രാവുകളുടെ ശത്രുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വലിയ വലിയ നഷ്ടങ്ങളിൽ നിന്നും ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കും ഈ അറിവുകളിലൂടെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്കറിയാം ഒത്തിരി ശത്രുക്കളുണ്ട് ഈ പ്രാവുകൾക്കൊക്കെ. അതായത് പാമ്പുകൾ വരാറുണ്ട്, ഉറുമ്പ് വരാറുണ്ട്, എലി വരാറുണ്ട്, പ്രാവ് പിടിയൻ എന്ന് പറഞ്ഞ് പ്രാവിനെ പിടിക്കുന്ന ഒരു ജീവിയുണ്ട്. അങ്ങനെ ചില ശത്രുക്കളുണ്ട്. അതുപോലെ പൂച്ച, അങ്ങനെ കുറേ ശല്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് പ്രാവുകളെ രക്ഷിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഈ വീഡിയോയിൽ കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തെന്നും പറഞ്ഞ് പൂർണ്ണമായി രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിനൊക്കെ ഒരു പ്രോപ്പർ പരിഹാരം ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ട്രൈ ചെയ്യൂ, ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം എന്നേ ഉള്ളൂ. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. അല്ലാതെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ചെയ്തു എന്നിട്ടും പൂച്ച പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ആദ്യം പറയുകയാണ്, ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്നാമത് നമുക്ക് പ്രാവിൻ്റെ ശത്രുവായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഉറുമ്പാണ്. ഉറുമ്പെന്ന് പറയുന്നത് ഒരു ചെറിയ സാധനമാണെങ്കിലും അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടാക്കും. അപ്പോൾ ഉറുമ്പിൽ നിന്നും എങ്ങനെ രക്ഷിക്കാമെന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഉറുമ്പ് മെയിനായിട്ട് കാലിലൂടെയോ, അതായത് കേജിൻ്റെ കാലിലൂടെയൊക്കെ കേജിലേക്ക് കയറുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഈ ഉറുമ്പിൽ നിന്നും പ്രാവുകളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഈ ഉറുമ്പ് കേജിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് കേജിൽ എന്തെങ്കിലും ഫുഡ് വയ്ക്കുമ്പോഴാണ്. അപ്പോൾ കഴിയണതും ഇതുപോലെ മുറ്റത്തോ പുറത്തൊക്കെ ഇട്ട് ഫുഡ് കൊടുക്കുക. ഒരു കാരണവശാലും കേജിനുള്ളിൽ ഫുഡ് വയ്ക്കരുത്. ഇപ്പോൾ പുതിയ പ്രാവിനെ വാങ്ങിയിട്ട പലരും പറയുന്ന ഇത് കേട്ടു, കൂട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ല. അതൊക്കെ 2ാം ദിവസം ആകുമ്പോൾ താനേ ഇറങ്ങിക്കോളും. നിങ്ങൾ ഫുഡും വെള്ളവും കേജിൽ വയ്ക്കാതെ കേജ് നീറ്റായിട്ട് സൂക്ഷിച്ചാൽ മതി. ഉറുമ്പിനെ ശല്യം തൊടുത്താം. രണ്ടാമത് ആ ഉറുമ്പിനെ കയറുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തായാലും ആ കൂടുകൾക്കൊക്കെ കാല് കാണും, 4 കാല് കാണും. അപ്പോൾ ആ 4 കാലിലും ഒരു പാത്രം വച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വയ്ക്കുക. എന്നിട്ട് വേറെ ഒരു കണക്ഷനും മരമായിട്ടോ ഒന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കാലിലൂടെ ഉറുമ്പിന് കൂട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയും രക്ഷപ്പെടുത്താം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഉറുമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഉറുമ്പ് പൊടി എന്ന് പറഞ്ഞ് പൊടി വാങ്ങാൻ കിട്ടും. അത് കാലുകളിൽ ഇട്ട് കൊടുക്കുകയോ, ഇപ്പോൾ ഇതേപോലത്തെ ഒറ്റക്കാലൊക്കെ ആണെങ്കിൽ ആ കാലിൽ ഉറുമ്പ് പൊടി ഇട്ട് വേറെ ഒരു കണക്ഷനും വയ്ക്കാതിരുന്ന കേജിലേക്ക് ഉറുമ്പ് വരത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഉറുമ്പിൽ നിന്നും പ്രാവുകളെ രക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഉറുമ്പിൻ്റെ കാര്യം. അപ്പോൾ ഉറുമ്പിൽ നിന്ന് നിങ്ങളിങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കൂ. ഇപ്പോൾ രണ്ടാമത് വരുന്ന ശല്യം എന്ന് പറയുന്നത് മീറെന്ന് പറയും. ഉറുമ്പിനെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പമുള്ളത്. എല്ലായിടത്തും എന്താ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ പുളി ഉറുമ്പെന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. മരങ്ങളിലൊക്കെ കൂട് വെച്ചിരിക്കുന്നത്. അതും മെയിനായിട്ട് വരുന്ന ഈ കാലിലൂടെയോ അല്ലെങ്കിൽ ടാർപോളിയനോ എന്തെങ്കിലും കയർ കേജിലോട്ടൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതും ഇതുപോലെ ഈ വെള്ളം വയ്ക്കുകയോ അല്ലെങ്കിൽ ഉറുമ്പ് പൊടി ഇടുകയോ, അടുത്തുള്ള മരത്തിൽ നിന്ന് ടാർപോളിയൻ എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മരം ഒഴിവാക്കി കയർ കെട്ടുകയോ, അതുപോലെ മരത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ കത്തിച്ച് കളയുകയൊക്കെ ചെയ്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ മീറെന്ന് പറയുന്ന പുളി ഉറുമ്പെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ ചില സമയത്ത് മൊത്തത്തിൽ പൊതിഞ്ഞ് കടിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്.
അപ്പോൾ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 2 ജീവികളെ പറ്റിയായി. ഇപ്പോൾ മൂന്നാമതായിട്ട് പൂച്ച. പ്രാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് പൂച്ച, കാറ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് വെച്ചാൽ, പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വലിയൊരു ഷെഡ് ഉണ്ടാക്കി വളർത്തുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാതെ നിങ്ങൾ സിംഗിൾ ലെയറോ ഡബിൾ ലെയറോ നല്ല നെറ്റ് അടിച്ചൊരു കേജിലാണ് ഇട്ട് വളർത്തുന്നതെങ്കിൽ പൂച്ച ഒന്നും ചെയ്യത്തില്ല. പ്രാവാകത്ത് തന്നെ നിൽക്കും, പൂച്ചയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല. അത് ഒരു നല്ലൊരു പ്രോപ്പർ സൊല്യൂഷനാണ്. തുറന്നു വിട്ട് വളർത്തുന്ന സ്ഥലമാണ് 3-4 പൂച്ചയുണ്ടെങ്കിൽ തീർച്ചയായും പ്രാവിനെ പിടിക്കും. അതിന് നല്ലൊരു സൊല്യൂഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ വീടിൻ്റെ മുകളിലൊക്കെ കയറൂല എന്നാണ് വിചാരിച്ചത്. ഈയിടയ്ക്ക് ഒരു പൂച്ച വന്ന് വീടിൻ്റെ മണ്ടയിൽ വരെ, ഈ ടെറസിൻ്റെ മണ്ടയിൽ വരെ കയറി അവിടെ നിന്ന് വരെ പ്രാവിനെ ഓടിക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഷെഡ് ഉണ്ടാക്കുക, അല്ലാത്ത പക്ഷം പൂച്ചയെ പറ്റുമെങ്കിൽ തല്ലിക്കൊല്ലുക. ചിലരൊക്കെ മുന്നേ ഒരിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വലിയൊരു മരത്തിൻ്റെ മുകളിൽ കൂട് വെച്ച് ഫുഡ് കഴിക്കാൻ മാത്രം ഇതുപോലെ താഴെ വരുന്ന രീതിയിലാക്കി വച്ചു കഴിഞ്ഞാൽ കേജിലൊന്നും പൂച്ച കയറത്തില്ല. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് പ്രാവിനെ കൊണ്ടുവന്ന് എന്തായാലും ഫുൾ ചിറകിൽ വിടാൻ പറ്റൂല. അങ്ങനെ ഒരു 2-3 ആഴ്ച ഇണക്കാനെടുക്കും. ആ ആഴ്ചകൾ നല്ല രീതിയിൽ തന്നെ കെയർ കൊടുത്താലേ പറ്റത്തുള്ളൂ. അതായത് ഒരു കാരണവശാലും പൂച്ച പിടിക്കാതെ നോക്കണം. അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, പിന്നിട്ടിരിക്കുന്നതൊക്കെ പ്രാവാണെങ്കിൽ ആൾ നിൽക്കുമ്പോൾ മാത്രം തുറന്നു വിട്ട് തിരിച്ച് കയറ്റി ശീലിപ്പിക്കുക, അല്ലെങ്കിൽ പിടിച്ച് കയറ്റി വിടുക. ഫുൾ ചിറകാണെങ്കിൽ മാക്സിമം പൂച്ചയെ കാണുമ്പോൾ പ്രാവ് പറക്കുന്നുണ്ട്. ഇവിടെയും പൂച്ച പുല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ചാടിയൊക്കെ വന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ പറക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴേലും ഏതെങ്കിലും അശ്രദ്ധമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പിടിക്കാൻ പറ്റും പൂച്ചയ്ക്ക്. അപ്പോൾ പ്രോപ്പർ സൊല്യൂഷൻ എന്തെങ്കിലും ഷെഡോ എന്തെങ്കിലും കേജിൽ അടച്ചിട്ട് നിർത്തുകയാണെങ്കിൽ പിടിക്കാതിരിക്കും. അല്ലാത്ത പുതിയ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനെയൊന്നും പറ്റി വേറെ വീഡിയോ ഒന്നും ഇല്ല, കണ്ടിട്ട് കുറച്ചുകൂടെ അറിവുണ്ടാക്കാമെന്ന് വെച്ചാൽ. ഇപ്പോൾ പൂച്ചയായി. 4-മത്തെ ഒരു ശല്യക്കാരൻ, ഒരു വലിയ ശല്യക്കാരൻ തന്നെ, ചേരയും പാമ്പും. അപ്പോൾ ഈ പക്ഷികളുടെയും ജീവികളുടെയൊക്കെ മണം കണ്ടു കഴിഞ്ഞാൽ വരുന്ന ഒന്നാണ് ഈ ചേരയും പാമ്പും ഒക്കെ. അപ്പോൾ അത് നല്ല മതിൽക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അധികം വരത്തില്ലായിരിക്കും. പക്ഷേ ഈ ബാക്ക് സൈഡൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായും ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇപ്പോൾ ലവ് ബേഡോ അങ്ങനത്തെ ബേഡൊക്കെ ആണെങ്കിൽ കേജ് അടിക്കുമ്പോൾ നല്ല കട്ടിയുള്ള നെറ്റ് അടിക്കുക. ഏറ്റവും കണ്ണി ചെറുതായിട്ടുള്ളത് നല്ല പ്രോപ്പറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചേരയ്ക്കൊന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനെ കേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതിനും ഇതുപോലെ ഒരു 1.5 ആൾ പൊക്കം എങ്കിലും പൊക്കത്തിന് ഒരു പൈപ്പ്, റൗണ്ട് പൈപ്പോ അങ്ങനത്തെ എന്തെങ്കിലും പൈപ്പിൻ്റെ മുകളിൽ കൂട് വയ്ക്കുകയാണെങ്കിൽ കേജി കയറത്തില്ല. പുറത്ത് തുറന്നു വിട്ടിരിക്കുമ്പോൾ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവിനെ ഇതന്നെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ തറയിൽ കേജ് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിൽ കയറാൻ സാധ്യതയുണ്ട്. പണ്ട് ഞാൻ വളർത്തിയിരുന്നപ്പം കേജി കയറി 7 ജോഡിയുടെ മുട്ടയും കുഞ്ഞിനെയൊക്കെ വിഴുങ്ങിയ ചരിത്രവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുക. വല്ല മതിലിലോ വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലൊക്കെ വയ്ക്കാതെ ഇങ്ങനെ ഒരു കുറ്റിയിൽ വയ്ക്കുകയാണെങ്കിൽ അതിന് കയറാൻ പറ്റത്തില്ല. പക്ഷെ ചില മരത്തിലൊക്കെ ചേരയും പാമ്പും ഒക്കെ കയറുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അമാനുഷിക കഴിവുള്ള പാമ്പൊക്കെയാണ് നിങ്ങളവിടെയൊക്കെ ഉള്ളതെങ്കിൽ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന വെളുത്തുള്ളി ചതച്ച് കേജിൻ്റെ അടുത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇടുക. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കൂടാതെയുള്ള പുതിയ വെറൈറ്റി അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെയുള്ള ശല്യക്കാരെന്ന് പറയുന്നത് പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവിനെ ശല്യം ചെയ്യുന്ന ഐറ്റംസാണ്. പരുന്ത്, അതുപോലെ പ്രാപ്പിടിയൻ എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. അതും ചിലപ്പോൾ പ്രാവിനെ റാഞ്ചിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം എനിക്കിതുവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഞാനിതുവരെയും പറവപ്രാവൊന്നും വളർത്തിയിട്ടില്ല. അപ്പോൾ ഈ ഫാൻസി പ്രാവും നാടൻ പ്രാവൊക്കെ അത്രയ്ക്കൊന്നും പറക്കത്തില്ല. നോർമലി ഉള്ള ഒരു ഈ വീട് വരെ പറക്കുകയോ അങ്ങനത്തെ ഒരു പറപ്പേ ഉള്ളൂ. അങ്ങനത്തേനെ ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. പറവപ്രാവെന്ന് പറഞ്ഞ് വേറൊരു ടൈപ്പ് ആകാശത്ത് 2-4 മണിക്കൂർ നിന്ന് പറക്കുന്ന പ്രാവുകളുണ്ട്. അതിനെയാണ് ഇത് മെയിനായിട്ട് പിടിക്കാറുള്ളത്. പരുന്തൊക്കെ ചില സ്ഥലങ്ങളിലാണ്, സിറ്റി ഏരിയകളിലൊക്കെയാണ് പരുന്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെയുള്ളവർ അത് നിങ്ങൾ വീക്ഷിച്ച് ഏത് സമയങ്ങളിലാണ് പരുന്ത് കൂടുതലായിട്ട് വരുന്നതെന്നൊക്കെ നോക്കി
ആ സമയങ്ങളിൽ പറത്താതിരിക്കാൻ ട്രൈ ചെയ്യുക. അല്ലാതെ വേറെ ഒരു പ്രോപ്പർ പരിഹാരമൊന്നുമില്ല. പ്രാപ്പിടിയനായാലും ഇതുപോലെ തന്നെ നിങ്ങൾ ആ നിൽക്കുന്ന സമയങ്ങളിൽ മാത്രം പറത്താൻ നോക്കുകയോ ഇതിനേറ്റ കാണുകയാണെങ്കിൽ ഉടനെ പ്രാവുകളെ തീറ്റിയിട്ട് ഇറക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. അല്ലാതെ എനിക്കിങ്ങനെ ഒരു അനുഭവം വരാത്തതുകൊണ്ട് നല്ലൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. നിങ്ങൾക്ക് നല്ലൊരു അറിവുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അത് വായിച്ചിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, നല്ലൊരു സൊല്യൂഷനായിട്ട് തോന്നുകയാണെങ്കിൽ. വേറൊരു ശല്യക്കാരനെന്ന് പറയുന്നത് ഈ കുഞ്ഞ് വിരിഞ്ഞ് ഒരു 2-3 ആഴ്ചയാകുമ്പോൾ ഇതെന്നും കുഞ്ഞവിടെ ഇരുന്ന് കാഷ്ടിച്ച് പുഴുക്കൾ ഇങ്ങനെ നിറയാനും അത് ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് ചത്തുപോകുന്ന സ്ഥിതി ചില സമയത്ത് കാണാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം, പ്രോപ്പർ പരിഹാരമുണ്ട്. കുറച്ച് ഒരു വിരിഞ്ഞ് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയായി ഇത്തിരി തൂവലൊക്കെ കിളിർത്ത് തുടങ്ങുമ്പോൾ ആ വച്ചിരിക്കുന്ന സ്ഥലം അത്രയും, അതായത് ആ മുട്ടയിടുമ്പോഴേക്കും കുറേ ഈർക്കിലൊക്കെ വെച്ചായിരിക്കും മുട്ടയിട്ടിരിക്കുന്നത്, അത്രയും അങ്ങ് ഇളക്കി കളഞ്ഞിട്ട് വേറൊരു ബൗൾ പോലത്തെ എന്തെങ്കിലും ഒരു മൺപാത്രം എന്തെങ്കിലും വെച്ച് അതിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചൂട് മണലൊക്കെ ഇട്ടിട്ട് അതിൽ കുഞ്ഞുങ്ങളെ എടുത്ത് വെച്ചാൽ നല്ല നീറ്റായിട്ടിരിക്കും. വിരിഞ്ഞ് വളർന്നു വരുമ്പോൾ തൂവലൊക്കെ നല്ല ഭംഗിയായിരിക്കും. ചിലത് കാലൊക്കെ നിറച്ച് കാഷ്ടമായിട്ടിരിക്കുന്ന സ്ഥിതി കണ്ടിട്ടുണ്ട് ബൂട്ട്സിലൊക്കെ. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ആ തൂവൽ കിളിർത്ത് തുടങ്ങുന്ന സമയം തൊട്ട് അതിരിക്കുന്ന ആ കേജിൻ്റെ ഭാഗം, അതായത് ആ അറയിലെ ബൗള് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കൂട് നല്ലതായിട്ട് ക്ലീൻ ചെയ്താൽ മതിയാവും. വേറെ ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ശല്യമായ കാക്കയും ചില സമയത്ത് പ്രാവിനെയൊക്കെ കൊത്തിക്കൊല്ലാനും ഒക്കെ സാധ്യതയുണ്ട്. അതിന് ഒരു പ്രോപ്പർ പരിഹാരം എന്ന് പറയുന്നത്, എവിടെന്നെങ്കിലും ഒരു ചത്ത കാക്ക കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിറക് ഈ കൂടിൻ്റെ അടുത്തോ ആ ഏരിയയിൽ എവിടെയെങ്കിലും കെട്ടി തൂക്കി നിർത്തി കഴിഞ്ഞാൽ കാക്ക വരൂലെന്നാണ് പറയുന്നത്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനെ ഒരുപാട് കാക്ക ചേർന്ന് ശല്യം ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അതിനെയും അടച്ചു നിർത്തുകയോ അല്ലെങ്കിൽ ആൾ നിൽക്കുമ്പോൾ മാത്രം തുറന്നു വിട്ട് അകത്ത് കയറ്റുകയോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ വേറൊരു ശല്യം പട്ടികൾ ഭയങ്കരമായിട്ട് ശല്യം ഇല്ല, എന്നാലും ഈ 4-5 പ്രാവായാലും പുതിയതിനെ പിന്നിട്ട് തറയിൽ നിർത്തിയിരിക്കുമ്പോൾ ചിലപ്പം പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനെയും വന്നിട്ട് അങ്ങനെ ശല്യമുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ വീടിൻ്റെ മുകളിലോട്ട് കേജ് വയ്ക്കുക. അതും നടന്നില്ലെങ്കിൽ ആൾ നിൽക്കുമ്പോൾ മാത്രം തുറന്നു വിട്ട് കയറ്റി ശീലിക്കുക. ഇനി കൂട്ടി കയറാത്ത പ്രാവുകളെ കൂട്ടി കയറ്റാൻ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് കൊടുക്കാതെ തുറന്നു വിടുക. മാക്സിമം കളിച്ചു കഴിഞ്ഞ് അത് വിശക്കുമ്പോഴേക്കും ഫുഡ് കൂട്ടിൻ്റെ അകത്ത് കാണിച്ച് കൂട്ടി കയറ്റാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും കൂട്ടി കയറിക്കോളും. ഒരെണ്ണം കയറി ഫുഡ് തിന്നുന്ന കാണുമ്പോൾ ബാക്കി ഇരിക്കുന്ന എല്ലാം വന്ന് കേജിനുള്ളിൽ കയറും. പിന്നെ മറ്റു രോഗങ്ങൾ, വൈറസ്, ബാക്ടീരിയ ഒക്കെ വരാതിരിക്കാൻ പ്രാവിൻ്റെ മെഡിസിനുകൾ പ്രോപ്പറായിട്ട് കൊടുക്കുക, ശുദ്ധജലം വച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി ഷെഡൊന്നും വയ്ക്കാൻ പൈസ നിങ്ങൾക്കില്ല, എന്നാലും കുറച്ച് ശല്യങ്ങൾ, ചെറിയ ശല്യങ്ങൾ, കാക്കയോ അങ്ങനത്തെയൊക്കെ ശല്യങ്ങൾ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഇതുപോലത്തെ ഒരു കൂട് തന്നെ ഒന്ന് വയ്ക്കുക. അതായത് ഒരു സ്ക്വയർ കൂട്, അത് ഒരു പർട്ടിക്കുലർ പ്ലേസ് മതിൽ ചേർത്തോ എവിടെയെങ്കിലും തീരുമാനിച്ച് വെച്ചതിന് ശേഷം ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ് മറ്റേ പച്ച നെറ്റ് പോലത്തെ ഗ്രീൻ ഹൗസ് വാങ്ങാൻ കിട്ടും. അത് അധികം പൈസ ആവത്തില്ല. അത് വെച്ച് ഇതിൻ്റെ പുറത്തൂടെ ഒരു മുറിയുടെ സൈസിന് ഷെഡ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കയറ് വെച്ച് കെട്ടിയോ എങ്ങനെയും ഒക്കെ. അല്ലെങ്കിൽ ഈ കിണറിൻ്റെ മുകളിലൊക്കെ ഇടുന്ന നെറ്റ് കിട്ടും, അത് വെച്ച് ഇതുപോലെ ഈ കേജ് കൂടാതെ ഒരു ഷെഡ് ബലത്തിനുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തുറന്നു വിട്ട് വളർത്താനും പറ്റും. അപ്പം അധികം ചിലവാവത്തുമില്ല, ചെറിയ ശല്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. നല്ല നെറ്റ് അടിക്കുകയാണെങ്കിൽ ചേരയും കയറത്തില്ല, അതുപോലെ പൂച്ചയോ കാക്കയോ ഒന്നും ശല്യപ്പെടുത്തത്തില്ല. അങ്ങനെയും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇത് കൂടാതെ മറ്റൊരു ശല്യം എന്ന് പറയുന്നത് എലി, റാറ്റ്. അപ്പോൾ എലിയും ഒരു വലിയ ശല്യക്കാരനാണ് ചില സമയങ്ങളിൽ. അത് ഈ കുഞ്ഞിനെയും മുട്ടയും ഒക്കെ എടുത്ത് തിന്നാൻ സാധ്യതയുണ്ട്. അത് മെയിനായിട്ട് ഈ ഷെഡിലൊക്കെ ഇട്ട് വളർത്തുമ്പോഴാണ് എവിടെ കൂടെ എലിയൊക്കെ കയറിയിട്ട് ഉപദ്രവിക്കുന്നത്. അപ്പോൾ എലിക്ക് എലിപ്പെട്ടിയുണ്ട്, അത് വാങ്ങി വെച്ച് വെക്കുക. അല്ലെങ്കിൽ എലിയുടെ കേക്കുണ്ട്, അത് വാങ്ങി വെച്ച് കൊല്ലാൻ ശ്രമിക്കുക. ഈ പ്രാവിന് വയ്ക്കുന്ന ആഹാരം ബാക്കി ഇരിക്കണോണ്ടാണ് എലി വരുന്നത്. അതും എലി കൂടുതലും രാത്രിയാണ് വരാറുള്ളത്. അപ്പം നിങ്ങൾ കഴിയണതും വൈകിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ പാത്രം എല്ലാം, ഫുഡിൻ്റെ പാത്രം
അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ രാത്രി എലി കയറാതിരിക്കുമെന്നാണ് ഒരു രീതി. അതായത് ഫുഡ് കണ്ടാലാണ് സ്ഥിരം കയറി തുടങ്ങുന്നത്. അതിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നേ എലിയെ കൊല്ലാൻ ശ്രമിക്കുക ഈ രീതികളെല്ലാം ഉപയോഗിച്ച്, അല്ലെങ്കിൽ വൈകിട്ട് ഫുഡ് ഫുള്ള് ക്ലീനായിട്ട് ഒരു ഫുഡിൻ്റെ അവശിഷ്ടം ഒന്നുമില്ലാത്ത രീതിയിലാക്കിയിടാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കൂടാതെയുള്ള നിങ്ങളുടെ അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുപോലെ തന്നെ ഈ പ്രാവ് റിലേറ്റഡ് ആയിട്ടുള്ള 12ാമത്തെ വീഡിയോയാണ്. ഞാൻ നോക്കിയിട്ട് ഓരോ വീഡിയോയും ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷേ വെറും 6% പേരാണ്, അതായത് 100-ൽ 6 പേരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ചാനലൊക്കെ ഇഷ്ടപ്പെട്ട് ഉപയോഗമുള്ള വീഡിയോസായിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്. നമ്മളിങ്ങനെ മെനക്കെട്ട് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു ദിവസത്തെ മെനക്കേടാണ് ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.